നീ എന്താ ഈ കത്തി വേഷത്തില്? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും ഉണ്ടോ? നന്നായിട്ട് ചേരുന്നുണ്ട്. എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ. താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം. എന്നാ നീ ദിവസം ഓരോന്ന് ഇട്ടോണ്ട് വാ, ഞാൻ ഇവിടെ നിന്ന് മാർക്കിടാം. ഉണ്ണിക്കുട്ടൻ എന്താ പേടിച്ചിരിക്കുന്നത്? ഇതൊന്നും ചെയ്യത്തില്ല നമ്മുടെ അപ്പുക്കുട്ടൻ. അപ്പോൾ ഞാൻ തിരിച്ച് നമ്മളെ ജുനൈദിൻ്റെ അടുത്തേക്ക് എത്തി. ജുനൈദ് എന്ന കോഴിക്കോട് സ്റ്റൈലിൽ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇതിന് മുന്നേ ഉണ്ടാക്കിക്കണില്ല. വില്ലേജ് വൈബ്സിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിലെ കത്മണ്ഡുവിലാട്ടാ. കത്മണ്ഡുവിൽ നമ്മൾ യോധ പടം കണ്ടവർക്ക് അറിയാം, ഒരുപാട് ഷൂട്ടിംഗ് നടന്നൊരു സ്ഥലമാണിത്. അപ്പോൾ ആ ക്ഷേത്രത്തിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് ഞാൻ ഒറ്റക്കല്ല, എൻ്റെ കൂടെ ഒരാളുണ്ട്, ജുനൈദിൻ്റെ കൂടെ നമ്മൾ താമസിച്ചു നട്ടുന്നില്ല. നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടവർക്ക് അറിയാം. ജുനൈദ് കത്മണ്ഡു നിന്നെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ബോബിയാട്ടിൻ്റെ അടുത്തേക്ക് വന്നാണ്. ലാസ്റ്റ് ഞാൻ കത്മണ്ഡു തന്നെ തിരിച്ചെത്തിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് ഇവിടെ കറങ്ങണത്. ഇതിപ്പോൾ ഏതാ ക്ഷേത്രം എന്ന് ആയിട്ടില്ല, അതൊരു സ്തൂപത അവിടെ. ഇതൊക്കെ തന്നെ ആവൂല. ഫോണിൻ്റെ മെമ്മറി ഫുള്ളായി തുടങ്ങിയിരിക്കണ്. കുറച്ച് വീഡിയോസ് ഇന്ന് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ ഇട്ടിന് വേണം ഫോണിൽ ഡിലീറ്റ് ആക്കാൻ. ഇവിടെ കൂടുതലും വിദേശികളാട്ടാ, ഇഷ്ടം പോലെ വിദേശികളാണ് ഇവിടെ. എങ്ങനെ അധികം ശബ്ദ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇത്രയും ആളുകൾ വന്നിട്ടും ഇത്രയൊക്കെ തന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ കേട്ടോ. ആളുകളെ എൻ്റെ ലക്ഷ്യം ഇവിടുത്തെ ആ വീഡിയോ ഒന്നുകൂടി കാണണം പടത്തിൻ്റെ, എന്നിട്ട് ഇവിടുത്തെ ലൊക്കേഷനുകൾ ഏതായിരുന്നൊക്കെ ഉള്ളതെന്ന് കണ്ടെത്തണം. ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ കരകൗശല വസ്തുക്കൾ വെക്കുന്ന ഷോപ്പുകളുടെ എന്തെല്ലാം സാധനങ്ങളാ. ഇവിടെ ഫുള്ള് എന്താ പറയുക, കൊത്തുപണികൾ ചെയ്തത് കറക്കിയൊക്കെ ഒന്ന് സൗണ്ട് ഉണ്ടാകണേനെ എന്താണെന്നറിയില്ല. ഫുള്ള് കരകൗശല വസ്തുക്കളാണ്. $4000 നേപ്പാളിട്ടാ. ഏത് എന്താ സൗണ്ട് ഉണ്ടാക്കണതാണ്? എന്താ പ്രയർ ഫ്ലാഗാ? ഞാൻ ഫുൾ വൈഡിൽ ഇട്ടിട്ടും ഈ സ്തൂപം മുഴുവൻ കിട്ടുന്നില്ല കേട്ടോ ക്യാമറയിൽ. അത്രയും ഹൈറ്റ് ഉണ്ട് ഇതിന്. ഇവിടെ ആളുകൾ കണ്ടില്ല, മന്ത്രങ്ങളുള്ളൊരു ഇതാണ്. അതിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. കറക്കി അത് മുഴുവനായിട്ട് കറക്കണം. ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് നോക്കിയാൽ കാത്മണ്ഡു ടൗൺ മുഴുവൻ കാണാൻ പറ്റൂട്ടോ നമുക്ക്. ഈ സ്ഥലമൊക്കെ നിങ്ങൾ യോധ പടം ഒന്ന് കണ്ടതിന് ശേഷം നമ്മൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ സ്ഥലമൊക്കെ നിങ്ങൾ കത്തുട്ടാ. ഇവിടെ ചിലതൊക്കെ അത്രയും വർഷം മുന്നേ ഷൂട്ട് ചെയ്തതല്ലേ, കുറേ മരങ്ങളൊക്കെ ഇവിടെ നശിച്ചു പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഏകദേശം നമുക്ക് ആ ഫ്രെയിം കറക്റ്റ് ചെയ്യാൻ പറ്റൂട്ടോ. എപ്പോഴും ഇവെന്താ കാട്ടുന്നത്? ഈ ഒരു ഫ്രെയിം ഇട്ടാ ഇത് യോധ പടം കണ്ടവർക്കൊക്കെ മനസ്സിലാവും. പക്ഷെ ഞാൻ ഈ ബെഞ്ചിൻ്റെ നേരെ ബാക്കിൽ ഒരു മരമുണ്ട്, അത് പോയിക്കണ്. അപ്പോൾ അവിടെ പകരം ഒരു ചെറിയ തൈ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ ഒരു സ്ഥലം തപ്പി കുറേ ഒന്ന് കറങ്ങി. സമാധാനപ്പെട്ട് നിന്നെ കുറിച്ച് തന്നെ എഴുതാം.
എന്താ ഈ കത്തി വേഷത്തില്? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും ഉണ്ടോ? നന്നായിട്ട് ചേരുന്നുണ്ട്. എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ. താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം. എന്നാ നീ ദിവസം ഓരോന്ന് ഇട്ടോണ്ട് വാ, ഞാൻ ഇവിടെ നിന്ന് മാർക്കിടാം. ഉണ്ണിക്കുട്ടൻ എന്താ പേടിച്ചിരിക്കുന്നത്? ഇതൊന്നും ചെയ്യത്തില്ല നമ്മുടെ അപ്പുക്കുട്ടൻ. അമ്പട്ടൻ. എടാ നീ കത്തി ഒളിപ്പിക്കണ്ട. നേപ്പാളി ഭാഷയിൽ കാഠ്മണ്ഡുവിലെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ ഇവിടെ വേറൊരു സ്ഥലം കൂടി ഉണ്ട്. ഈ യോദ്ധ പടം ഷൂട്ട് ചെയ്ത് അവിടെയൊക്കെ പോകണം. ഇന്ന് എനിക്കൊന്നും ദീപാവലി ഒരു ഉത്തര തോന്നാളില്ലേ ഇവിടെ? ആ, അതുകൊണ്ടാണ് ഇവിടെ അത്ര തിരക്കിട്ട്. നമുക്ക് വീഡിയോ ഞാൻ ഇന്നലെ രാത്രി എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഉറങ്ങിയപ്പോൾ 2:30 ആയിക്കണ്. ഉറക്ക് ക്ലിയർ ആയിട്ടില്ല, വീഡിയോ എടുക്കാൻ മൂഡ് കിട്ടിയിട്ടില്ല. പിന്നെ അവിടെ നല്ല ആളും ഉണ്ടെന്ന്. നമുക്കൊരു അക്കുസൂട്ടിനെ കിട്ടിയില്ല. ഒരു അക്കുസൂട്ടിനെ കിട്ടിയാൽ നമുക്ക് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യായിരുന്നു അവനൊക്കെ ഇരുത്തിയിട്ട്. ഇനി നമ്മൾ പോണ സ്ഥലത്തിൻ്റെ പേരെന്താ? ഭക്തപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോണ കിട്ടാ. അപ്പോൾ ഞങ്ങൾ ഭക്തപൂരിൽ ദർബാർ സ്ക്വയറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഇവിടുന്ന് കഴിക്കേണ്ട ഒരു സാധനമാണ്. ജൂജു എന്നാണ് പേര്. നമ്മളെ തൈര് മോഡലുള്ള സാധനം. ഞങ്ങളിപ്പോൾ ഒന്ന് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച വീടുകളല്ല, ഒരു യൂറോപ്യൻ ലുക്ക് അവിടെ അല്ലേ. നമ്മൾ പോയിട്ടില്ലെങ്കിലും വീഡിയോസിൽ കണ്ടൊരു പരിചയം വെച്ച് പറയട്ടെ. കണ്ട ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഒരുപാട് പഴക്കമുള്ള കെട്ടിടങ്ങളാട്ടാ. ഈ നമ്മളെ ജുനൈദ് പറഞ്ഞത് കുറച്ച് ഫ്രണ്ടിക്ക് പോയാല് എത്ര എന്നുണ്ടായ ഭൂകമ്പത്തിന്റെ ഇടാ 2014 ഉണ്ടായ ഭൂകമ്പത്തിന്റെ ഇത് ഈ ബിൽഡിങ്ങിനൊക്കെ എങ്ങനെ ബാധിച്ചു എന്നുള്ള കുറച്ച് അങ്ങോട്ട് പോയാൽ നമുക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞിട്ടാ. നല്ല രസമുണ്ട് ഇതിലൂടെ നടക്കാൻ. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഇങ്ങനത്തെ സ്ഥലത്തേക്ക് വാഹനം വിടാൻ പാടില്ല. ഇത് നടന്ന് കാഴ്ച കാണാനുള്ള സംഭവമായി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി സംഭവം ഇത്. ഇതാന്ന് തോന്നുന്നുണ്ട് ഭൂകമ്പം ബാധിച്ചു കിട്ടാ. നമുക്ക് ജുനൈദിനോട് ചോദിച്ചു നോക്കാം. ജുനൈദ് നമ്മളെ ഫ്രണ്ടിലാണ്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ 2015 ഭൂകമ്പത്തിൽ തകർച്ച വന്നാട്ടാ. അപ്പോൾ ഇരുമ്പിൻ്റെ തൂണൊക്കെ കൊടുത്ത് കുത്തുകൊടുത്ത് നിർത്തിയതാണ്. കാഠ്മണ്ഡുവിനൊക്കെ ഇഷ്ടപ്പെട്ടു എനിക്കിതാ. ഇതിൻ്റെ അകം അത്യാവശ്യം കാണാണ്ട് ഇട്ടാ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇപ്പോഴായിട്ട് എത്തിയത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കയറാമെന്ന് കയറ്റി ഇതിനകത്ത് ടിക്കറ്റ് ഉണ്ട്. നേപ്പാളി 500 രൂപയാണ് നേപ്പാളി പൈസ ടിക്കറ്റ്. അപ്പോൾ നമ്മൾ ജുനൈദ് ഇവിടെ ഒന്നും വരണമല്ലോ, അവൻ ടിക്കറ്റ് എടുക്കാതെ മറ്റ് 8 കയറ്റാനുണ്ട് ഇതിന്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇതിനകത്ത് കയറി. എവിടെ ആണെങ്കിൽ പെട്ടെന്ന് ഇരുട്ടാവും ചെയ്യും. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാതെ ഇതിൻ്റെ അകത്ത് കയറിയതട്ടാ. ഫുള്ള് കച്ചവടം ഇതൊക്കെയാണ്. പക്ഷെ എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ടിക്കറ്റ് ഉണ്ട്. അത് ഇന്ത്യക്കാരനക്കാണ് 500, വിദേശികൾക്ക്. അപ്പോൾ മറ്റ് ഫോറിനേഴ്സിനൊക്കെ എത്ര ടിക്കറ്റ് വരും? ഇവിടെ ഒരു അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഈ കാണുന്നതൊന്നും കച്ചവട സ്ഥാപനമല്ല, അടിയിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇവരെ വീടാണ്, ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളായിട്ട്. ഇവിടെ ഉള്ളവരെ ഇവരെ ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകളായിട്ട് ഇവിടുത്തെ കാഠ്മണ്ഡു സൈഡിലൊക്കെ ഉള്ള ഷോപ്പുകളുണ്ട് ഇതുപോലെയുള്ള. ഇവിടെ എന്തോ പ്രാർത്ഥന എന്താ നടക്കിയത്, ചെണ്ടമുട്ടും ഇതൊക്കെ ഇതാക്കിയാനുള്ള. അപ്പോൾ അതിൻ്റെ ശേഷം നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റി. അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റൂല നമുക്ക്. നമുക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ കാണാൻ പോവാണ്. പക്ഷേ സമയത്ത് ഇരുട്ടായി. ഇവിടെ ഒരുവിധ സ്ഥലത്തൊക്കെ അതിൻ്റെ ഷൂട്ടിങ് നടന്നെങ്കിൽ ഇട്ടാ. ഞങ്ങളെന്തായാലും ഇവിടെ തിരിച്ചു പോകണേ. നമ്മൾ കയറി സമയം ഇരുട്ടായി ഇവിടെ, അതുണ്ടായത്.
അപ്പോൾ അതാ ഞാൻ തിരിച്ച് നമ്മളെ ജുനൈദിൻ്റെ അടുത്തേക്ക് എത്തി. ജുനൈദ് എന്ന കോഴിക്കോട് സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇതിന് മുന്നേ ഉണ്ടാക്കിക്കണ ആളില്ല, ഉണ്ടായിക്കണില്ല. സെറ്റാവുന്ന പറഞ്ഞു എന്നോട്. ഞാൻ ഒന്നും ചെയ്യേണ്ട, വീഡിയോ എഡിറ്റ് ചെയ്യും. വീഡിയോ പറഞ്ഞപ്പോൾ ഇനി 23 മിനിറ്റ് ഷൂട്ട് ചെയ്യാനുള്ള MB ഫോണിലുള്ളൂ. അപ്പോൾ എഡിറ്റ് ചെയ്ത് ഏതെങ്കിലുമൊക്കെ ഡിലീറ്റ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്താലും കാര്യം നടക്കുള്ളൂ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട് കഴിക്കാണ്ട് പോന്നാൽ മതി എന്ന് പറഞ്ഞാണ്. ഇതെന്താ അരി വെച്ച ഈ അരിയാണിത്? അപ്പോൾ അത് നമ്മളെ ജുനൈദ് നമ്മളെ നെട്ടിച്ചിക്കൻ ഇട്ടാ നല്ല നാടൻ ബിരിയാണി ഉണ്ടാക്കണം. ഞാൻ ബോബി ചേട്ടനോട് കൂടി ഇത് അവസാനിച്ചെന്ന് കരുതിയാണ്. ചിക്കൻ ബിരിയാണി ആ പറ്റു നോക്കുകയാണെങ്കിൽ കളറ്, പപ്പടം, ചിക്കൻ പൊരിച്ചത്, ഇതിന് ഉള്ളിൻ്റെ കച്ചമ്പർ ഇട്ടാ. അവന് ആദ്യമായിട്ടാണ് അവൻ ഉണ്ടാക്കിയിട്ട് ഒരാൾ കഴിക്കണത്. ഇവന് ഉമ്മാനോട് ഞാൻ ഉണ്ടാക്കി അടിപൊളി പറയുന്നത്. എന്ന് കഴിച്ചാലേ അറിയാം എന്താ അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളതിന്. ഞാൻ കഴിച്ചിട്ട് കറക്റ്റ് അഭിപ്രായം പറയാം. അല്ല, ഞാൻ കറക്റ്റ് എന്തായാലും പിന്നെ സമയച്ചിട്ട് ഈ ടേസ്റ്റ് ഏത് ടേസ്റ്റായാലും ബിരിയാണി പറഞ്ഞ സാധനം ഞാൻ കഴിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ കറക്റ്റ് റിവ്യൂ പറയണമെങ്കിൽ അത് കഴിച്ചിട്ടുള്ള കറക്റ്റ് പറഞ്ഞുതരാം. അത് ഉണ്ടാക്കി നന്നായിട്ടില്ല എന്നെ പറയട്ടാ. ഇപ്പം ജുനൈദിൻ്റെ ബിരിയാണി ഞാൻ കഴിച്ച് ഞാൻ കറക്റ്റ് റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. ഈ പറ്റും ഒരു ഉപ്പിൻ്റെ വിഷയമുണ്ട്, ബാക്കി എല്ലാം സെറ്റാണ്. അതേപോലെ ദിമ നെയ്യിൻ്റെ കുറവുണ്ട്. അപ്പോൾ നെയ്യിൻ്റെ കുറവല്ല, നെയ്യ് ഇവിടെ കിട്ടാനില്ല. ഇത് വെളിച്ചെണ്ണയിലും എണ്ണയിലും ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ എണ്ണയിലുണ്ടാക്കുന്നതാണ്. എന്തായാലും ഇത് കഴിക്കട്ടെ. ഇപ്പം ഇന്നലെ രാത്രി ബിരിയാണിയൊക്കെ കഴിച്ച് കിടന്നു പറഞ്ഞാണ്. രാവിലെ നമ്മൾ യാത്ര തുടരട്ടെ. ഇനി ഇവിടുന്ന് 559 കിലോമീറ്റർ നമുക്ക് ഇന്ത്യൻ്റെ ബോർഡർ കിടക്കാൻ. അത് 2 ദിവസം കൊണ്ട് ഓടി കിടക്കണം. 2 ദിവസം എൻ്റെ പെർമിറ്റ് ഉള്ളൂ. അപ്പോൾ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യ എന്താ പറയുക, ഇനി കാഴ്ചകൾ കാണാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം സമയത്തിനനുസരിച്ചിട്ട്, കാരണം പെട്ടെന്ന് യാത്രയാണ്. വീഡിയോ എടുത്ത് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം പോകും. നല്ല കാഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ ഷൂട്ടുള്ളൂ. അപ്പോൾ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. അതുവരേക്കും